അങ്ങനെ ബിഗ് ബോസ് പുതിയ ടാസ്കുമായി എത്തിയിരിക്കുകയാണ്. ടാസ്കിൻ്റെ പേര് മറ്റൊന്നുമല്ല, പണിപ്പുര. പണിപ്പുര ശരിക്കും ഒരു പണിയാവുമോ കണ്ടസ്റ്റൻസിന് എന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് ഒരു പണിയാകുന്ന ലക്ഷണം തന്നെയുണ്ട്. ടാസ്ക് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. വേറൊന്നുമല്ല, ടാസ്ക് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ബിഗ് ബോസ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് ഈ പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ കളക്ട് ചെയ്ത് ഇവർ തിരികെ എത്തുക. അതാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക്. ഈ ടാസ്കിൽ ആദ്യം പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് ആദില നൂറയും പിന്നെ അക്ബർ ഖാനും കൂടി ചേർന്നാണ്. ഇവർ ടാസ്ക് ചെയ്യാൻ വേണ്ടി ഇവർ അകത്തേക്ക് പോകുമ്പോൾ സ്പീഡിലൊക്കെ സാധനങ്ങളൊക്കെ ഒരുപാട് ഇവർ കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇവർക്ക് തിരിച്ചെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ബിഗ് ബോസ് ഇവരെ എല്ലാവരെയും കൂടി വിളിച്ചിരുത്തിയിട്ട് ഇത് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് നിങ്ങൾ മനോഹരമായി ടാസ്കൊക്കെ ചെയ്തു, ഒരുപാട് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെറിയ പ്രശ്നം ഇതിനകത്തുണ്ടല്ലോ. എന്താണെന്ന് അവർ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ഇരിക്കുമ്പോൾ ബിഗ് ബോസ് വീണ്ടും വെടിപൊട്ടിക്കുകയാണ്. ബിഗ് ബോസ് പറയും, ഇത് നിങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിലൊന്നും അല്ല സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തത്. അതുകൊണ്ട് മക്കളൊരു കാര്യം ചെയ്യും, ഈ സാധനങ്ങളൊക്കെ എടുത്തെടുത്തങ്ങ് കൊണ്ട് വെക്കുക, അല്ലാതെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട്ടൊക്കെ നോക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ബിഗ് ബോസ് തയ്യാറാകുമോ എന്ന്. പക്ഷേ ബിഗ് ബോസിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ കുറച്ച് പേർക്കൊക്കെ കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ട്. ഒരു രക്ഷയുമില്ല, കാര്യങ്ങളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ബിഗ് ബോസ് വീണ്ടും പറയുകയാണ്, നിങ്ങളെ ഗെയിമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ നല്ല ഗെയിമൊക്കെ ആയിരുന്നു. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യും മക്കളെ, ഇതെല്ലാം കൂടി എടുത്തിട്ട് നേരെ അങ്ങോട്ട് തിരിച്ചവിടെ കൊണ്ടങ്ങ് വെച്ചേക്ക് എന്നവർ പറയുന്നു. അപ്പോൾ ഇവർ ശരി സാറേ, ഞങ്ങളൊക്കെ അങ്ങ് കൊണ്ടുവച്ചേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റൊക്കെ ആക്കിയിട്ട് അങ്ങനെ സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുപോയി വെക്കാൻ റെഡിയാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓടിപ്പിടച്ച് നടന്ന് കഷ്ടപ്പെട്ടതെല്ലാം വെറും 0 ആയിപ്പോയി എന്നാണ് തോന്നുന്നത്. അങ്ങനെ എന്തായാലും അവർ സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ട് വെക്കാനുള്ള പ്ലാനൊക്കെ നടത്തുന്നു. അങ്ങനെ വീണ്ടും അങ്ങനെ തുടരുക.